ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകും നമ്മുടെ One UI 8 അപ്ഡേറ്റ് വന്നിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ ഓൾമോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസം ആയിട്ടുണ്ട്. നമ്മുടെ സാംസങ് S24 സീരീസുകൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ S24 അൾട്രയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ് തന്നെ. അപ്പോൾ അതിൽ വന്നിങ്ങനെ ചേഞ്ചസും അതുപോലെ തന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ പോയിന്റ്സ് സംഭവമൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. ഇതിൻ്റെ അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് 3.5 ഒക്കെയാണ് നമുക്ക് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ 1.8 ആയിട്ടുണ്ട്, Android 16 ആയിട്ടുണ്ട് കേട്ടോ. കണ്ടു, Android 16 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് സെപ്റ്റംബറിലത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കിടക്കുന്നത്, സെപ്റ്റംബറിലത്തെ കേട്ടോ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടല്ലോ കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിങ്ങനെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ആക്ച്വലി കുറേ പോയിന്റ്സുകൾ ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മിസ്സാകും കണ്ടു. അപ്പോൾ ഞാൻ ആദ്യത്തെ അപ്ഡേറ്റിൻ്റെ ബ്രീഫ് എന്ന് പറയുന്നത് അപ്ഡേറ്റ്സ് ആപ്പ്. അതൊരു കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഇതുപോലെ ഈ One UI 8 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സാംസങ് സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ എല്ലാ ആപ്സുകളും അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. എന്ന് വെച്ചാൽ ഒരു കൊട്ടക്കണക്കിന് ആപ്പിന് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, അത് ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഗാലറി ആപ്പ്, സാംസങ്ങിൻ്റെ കുറേ ആപ്പുകളില്ലേ, അതിനൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മെയിൻ സാധനമാണ്. നമ്മുടെ നൗ ബ്രീഫ് ഫീച്ചർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ തന്നെ കാണാമല്ലോ, ഓൾറെഡി കാണിക്കുന്നുണ്ട്. നമ്മുടെ ലോക്ക് സ്ക്രീനിൽ താഴെ കാണിക്കുന്നുണ്ട് നൗ ബ്രീഫ് ഫീച്ചർ. ആ സാധനം ഇപ്പോൾ നമുക്ക് S24 സീരീസുകൾക്കും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ AI സെലക്ട് ഫീച്ചറിൻ്റെയും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ കയറിയിട്ട് നമുക്ക് നമ്മുടെ ഈ സാധനത്തിനുള്ളിൽ കയറി തന്നെ നമുക്ക് AI സെലക്ട് എന്ന ഫീച്ചർ ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ നമുക്കിത് AI സെലക്ട് ചെയ്യാൻ പറ്റും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഗാലറിയിൽ ഓഡിയോ റൈസർ ഫീച്ചറും വന്നിട്ടുണ്ട്. നമ്മുടെ S25 അൾട്രയിൽ വന്നങ്ങനെ എല്ലാ ഫീച്ചറും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി S23 വരുമ്പോൾ S20 സീരീസിൽ ഇപ്പോൾ One UI അപ്ഡേറ്റ് വന്നിട്ടില്ല. ഇനിയിപ്പോൾ S9 ടാബ്ലറ്റിലും S9 FE ടാബ്ലറ്റിലൊക്കെ വരും. അതിന് ശേഷമായിരിക്കും. ഇപ്പോൾ എൻ്റെ ഈ ടാബിൽ വന്നിട്ടില്ല, S9 വന്നിട്ടില്ല, S9 FEയിലും വന്നിട്ടില്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞായിരിക്കും S23 സീരീസുകൾക്കും ബാക്കിയുള്ള സീരീസുകൾക്കൊക്കെ വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു S21 സീരീസ് വരെ ഈ One UI അപ്ഡേറ്റ് വരുന്നുണ്ട്, One UI 8 അപ്ഡേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല അപ്ഡേറ്റ് ആണ്. മെയിൻലി നമുക്ക് ലുക്കിനുള്ള എന്താ പറയുക, ഇപ്പം എന്താ പറയുക, നമ്മുടെ അതിൻ്റെ ഒരു ലുക്കില്ലേ, നമ്മുടെ UI-ൻ്റെ ലുക്ക് ചേഞ്ചസ് കുറവാണ്. പക്ഷേ സെക്യൂരിറ്റി ഫീച്ചേഴ്സും അതുപോലെ തന്നെ ബാക്കി കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ അപ്ഡേറ്റ്സുകളാണ് മെയിനായിട്ട് ഈ One UI 8 വന്നിരിക്കുന്നത്. നമ്മുടെ One UI 7 വന്നപ്പോൾ എന്തായിരുന്നു മെയിൻ ഡിഫറൻസ്? ആകെ ലുക്ക് ആൻഡ് ഫീല് മാറിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പക്ഷേ അങ്ങനെയില്ല. പക്ഷേ അപ്ഡേറ്റ്സുകളും കുറേ സെക്യൂരിറ്റി ഫീച്ചേഴ്സും സെക്യൂർ ഫോൾഡറിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഞാൻ വഴിയെ പറയാൻ തരും. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അഡാപ്റ്റീവ് ലോക്ക് സ്ക്രീൻ. നമുക്ക് ലോക്ക് സ്ക്രീനിൽ നമുക്ക് അഡാപ്റ്റീവ് ലോക്ക് സ്ക്രീൻ നമ്മുടെ ഈ ക്ലോക്കിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് ഞാനത് കാണിച്ചെന്നാൽ കുറേ ലേറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. പിന്നെ വാൾപേപ്പേഴ്സ് കുറേ പുതിയത് ആഡ് ആയിട്ടുണ്ട്. ക്വിക്ക് ഷെയറിന് പുതിയ ലേഔട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ക്വിക്ക് ഷെയർ ആകെ ഒരു ലേഔട്ട് മാത്രം ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് 2 സെക്യൂർ ഫോൾഡിലേക്കും ആഡ് ചെയ്യാൻ പറ്റുന്ന ലേഔട്ട് പുതിയത് വന്നിട്ടുണ്ട്. ഞാൻ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കൊടുക്കാം. പിന്നെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ, അതായത് നമുക്ക് നോർമൽ കാൽക്കുലേറ്റർ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആവും. പിന്നെ സെക്യൂർ ഫോൾഡറിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സെക്യൂർ ഫോൾഡർ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഫിംഗർ ലോക്ക് വെച്ചിട്ട് തുറക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമുക്ക് സെക്യൂർ ഫോൾഡറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല കാര്യമാണ്. അത് കിടിലൻ ഫീച്ചറാണ്. അത് വന്നിട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഫീച്ചർ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സെക്യൂർ ഫോൾഡർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ ഞാനത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അത് മെയിൻ ഒരു സെക്യൂരിറ്റി സാധനമുണ്ട്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും ഫോട്ടോസും ഒക്കെ സംഭവമൊക്കെ നിങ്ങൾക്ക് സെക്യൂർ ഫോൾഡറിലേക്ക് വേണമെങ്കിൽ മാറ്റിയിടാം. അതൊരു സെപ്പറേറ്റ് ഒരു എന്താ പറയുക, ഒരു സ്പേസ് ആണ്. നമ്മുടെ ബാക്കിയുള്ള ഈ നോർമൽ ഗൂഗിൾ ആൻഡ്രോയിഡിൽ വരുന്ന പോലെ തന്നെ സ്പേസ് എന്താ പറയുക, പ്രൈവറ്റ് സ്പേസ് അല്ലെങ്കിൽ ലോക്കിംഗ് ഫീച്ചർ അങ്ങനെയൊന്നുമല്ല. ഈ സാധനം സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റിയാണ്. ഇതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോൺ ഹാക്കായാൽ പോലും ഈ സെക്യൂർ ഫോൾഡറിനെ ഹാക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാം. അതുകൊണ്ടാണ് പറയുന്നത് സേഫസ്റ്റ് ഒരു സാധനമാണ് ഈ സെക്യൂർ ഫോൾഡർ എന്ന് പറയുന്നത്. ചുമ്മാ പേര് മാത്രമല്ല, നോക്സ് സെക്യൂരിറ്റിയിൽ ഭാഗമായിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് മെയിൻ സംഭവമാണ്. ഞാൻ നോർമലി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ സെക്യൂർ ഫോൾഡറിൽ വെക്കാനുള്ളതാണ്. അതോടെ പോയി സെക്യൂർ ഫോൾഡർ പാസല്ല. ശരിക്കും സെക്യൂർ ഫോൾഡർ പോലെ സാധനങ്ങളൊക്കെ എല്ലാ ഫോണിലും വരണം. അതെനിക്ക് സാംസങ്ങിൻ്റെ ആണല്ലോ, അതിന് വരാം, പണിയാണല്ലോ. ഇപ്പം ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഈ One UI അപ്ഡേറ്റിന് ശേഷം ഞാൻ നോട്ടീസ് ചെയ്ത കാര്യങ്ങൾ. സെക്യൂർ എവിടെ സാധനം കാണാമല്ലോ, സെക്യൂർ നമുക്ക് ഈ സെക്യൂർ ഫോൾഡറിൻ്റെ സെക്യൂരിറ്റിയിൽ പോയിട്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇതിൽ സെറ്റപ്പും ചെയ്തിട്ടില്ല. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പം ഇത് റീസെൻ്റ്ലി വാങ്ങിച്ചാണ് നമ്മുടെ ആമസോൺ സെയിൽസിൽ. അതിൻ്റെ വീഡിയോ കാണാൻ പോയി കണ്ടുപോകട്ടെ. നമ്മുടെ മെയിൻ ചാനൽ ഇട്ടുണ്ട്, ഗുഡ് ഹാപ്പൻസി എന്ന ചാനലിൽ.
എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ പ്രീ ആക്ടിവേറ്റഡ് ഫോണുകൾ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്, അത് മറക്കരുത്. 2025 നിങ്ങൾക്ക് ആക്ച്വലി കണ്ണും പൂട്ടി വാങ്ങിക്കാവുന്ന 71,999 ആണ് അത് ബൈ പ്രൈസ് ആയിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊരു 3,000 രൂപ കൂടി ഉണ്ട്. എന്നാലും ആ പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം ഈ സാധനം S24 Ultra. നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് 2-3 കൊല്ലം, എന്താ വെച്ചാൽ ഇത്രയും കാലമായിട്ട് S24 സീരീസുകൾക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ റിപ്പോർട്ടായിട്ടില്ല, സോൾവ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെയാണെങ്കിൽ നല്ലതാണ്. കിഡ്ലൻ ഡീൽ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് 2-3 കൊല്ലത്തേക്ക് സുഖമായിട്ട് യൂസ് ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെ നിങ്ങൾ ലോങ് യൂസിനൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 512 GB വേരിയൻറ്റ് വാങ്ങിക്കാനായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു 1UI 8 അപ്ഡേറ്റ് പറയാനാണ് വന്നത്. അപ്പോൾ ആരൊക്കെ അപ്ഡേറ്റ് ചെയ്തതൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യണം, നിങ്ങൾ 1UI 8 അപ്ഡേറ്റ് ചെയ്തു, എനിക്ക് ഒരു എന്താ പറയുക ഒരു ചേഞ്ചസും ഫീൽ ചെയ്യുന്നില്ല, ഇത് എന്ത് അപ്ഡേറ്റ് ആണെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ നിങ്ങളുടെ ഫീച്ചർ വൈസ് ആയിക്കോട്ടെ, സെക്യൂരിറ്റി വൈസ് ആയിക്കോട്ടെ, നല്ലൊരു കിടിലൻ അപ്ഡേറ്റ് ആണ് 1UI ഇല്ല. നിങ്ങൾക്ക് Android 16 വെർഷനാണ് അത്. Android 16 നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ പിക്സലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഇത് ഔട്ട് ഓഫ് ബോക്സ് Android 16 തന്നെ വരുന്നത്. നമ്മൾ Pixel 9 വീഡിയോ ചെയ്തപ്പോഴും അതിൽ പറഞ്ഞിട്ടുണ്ട് വലിയ കാണാനൊന്നും വലിയ ചേഞ്ചസും കാണുന്നൊന്നുമില്ല. പക്ഷേ ഇതുപോലെ സെക്യൂരിറ്റി ഫീച്ചേഴ്സും എക്സ്ട്രാ ആഡ് ഓൺ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് Android 16. അതാണ് മെയിൻ ചേഞ്ചസ് വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഇതിൽ ലുക്ക് ആൻഡ് ഫീലിൽ വലിയ ചേഞ്ചസ് ഇല്ല. നമ്മുടെ 1UI 6 നിന്ന് 1UI 7 വന്നപ്പോൾ നല്ല ലുക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നില്ല. പിന്നെ കുറച്ചും കൂടിയും ബട്ടർ സ്മൂത്ത് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആനിമേഷൻസും കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആക്കാൻ പറ്റും. നമ്മുടെ ഓൾറെഡി ഉള്ള ലോക്ക് സ്ക്രീൻ തന്നെ ഒന്ന് ഡിമ്മായിട്ട് എടുക്കും. നമ്മുടെ ലേറ്റസ്റ്റ് വന്ന ഐഫോണിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കര ക്യുക്കായിട്ടുണ്ടോ, ഭയങ്കര സ്നാപ്പി, കുറച്ചുകൂടി സ്നാപ്പി ആയിട്ടുണ്ട്. പറയുമ്പോൾ സ്നാപ്ഡ്രാഗൺ Gen 3 ആണ്, സ്നാപ്പിന് വലിയ കുറവൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ലൈറ്റ് ആക്കിയിട്ടുണ്ടെന്നുണ്ട്. നമ്മുടെ മുമ്പത്തെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ 1UI എന്ന് പറഞ്ഞ സാധനം അത്യാവശ്യം ഹെവിയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനായിട്ടും പ്രീവിയസ് എഡിഷനായിട്ടും അല്ലെങ്കിൽ പ്രീവിയസ് വെർഷനായിട്ടും കുറച്ചും കൂടി ലൈറ്റ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ 1UI 8. അത് ശരിക്കും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട, നല്ലൊരു സാധനം തന്നെയാണ്, മറക്കണ്ട. റെക്കമെൻഡ് അപ്ഡേറ്റ് തന്നെയാണ്. അൺലെസ് നിങ്ങളുടെ ഒരു പക്ഷേ 1UI അപ്ഡേറ്റിന് 8 ശേഷം ആർക്കും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇഷ്യൂസ് ഒന്നും റിപ്പോർട്ടായിട്ടില്ല. നമ്മുടെ iOS 26 പോലെയൊന്നുമല്ല. ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആർക്കും അല്ലെങ്കിൽ ഗ്ലോബലി ഒരു ഇഷ്യൂസും റിപ്പോർട്ടായിട്ടില്ല. അത് ഇൻക്ലൂഡിങ് ഗ്രീൻ ലൈൻ ഇഷ്യൂ അങ്ങനത്തെ സംഭവമൊന്നും റിപ്പോർട്ടായിട്ടില്ല. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് സ്വന്തം റിസ്കിൽ, അങ്ങനെ പറയേണ്ടി വരും. അല്ലാണ്ട് വേറെ രക്ഷയില്ല 2025. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ അടുത്ത് വിടണം. ബൈ.